വെങ്ങോല പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ LDF മെമ്പർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണത്തിൽ വന്ന വീഴ്ചയ്ക്കും തെരുവ് വിളക്കുകളും ക്യാമറകളും പ്രവർത്തനരഹിതമായതിനും നിലവിലുള്ള പദ്ധതികൾ പൂർത്തിയാക്കാത്തതിനുമെതിരെ LDF മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പഴയ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വൃത്തിഹീനമായ നിലയിലാണ് MCF ശേഖരിച്ച മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത്. പഞ്ചായത്ത് കെട്ടിടത്തിൽ താൽക്കാലികമായി സ്ഥാപിച്ച MCF മാറ്റി സ്ഥാപിക്കണമെന്ന LDF ആവശ്യം പഞ്ചായത്ത് നടപ്പാക്കിയിട്ടില്ല. കൂടാതെ തെരുവുനായ ശല്യവും വർദ്ധിച്ചു വരികയാണ്. പ്രായമായവർക്കടക്കം സഹായമാകേണ്ട ടേക്ക് എ ബ്രേക്ക് 1 വർഷമായി പൂട്ടിക്കിടക്കുകയാണ്. വഴിവിളക്കുകൾ പലയിടങ്ങളിലും കത്തുന്നില്ല. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ക്യാമറകൾ പ്രവർത്തനരഹിതമാണ്. ഇത് മുതലെടുത്ത് രാത്രികാല മോഷണവും പഞ്ചായത്തിൽ പെരുകി വരുന്നു. പഞ്ചായത്തിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന മേൽവിഷയങ്ങൾക്ക് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് LDF അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തിയത്. വെയിലും മഴയും വന്നില്ലേ മാസം പലത് കഴിഞ്ഞില്ലേ പഞ്ചായത്തിൽ പദ്ധതി പലതും ലക്ഷ്യം തെറ്റിപ്പോയില്ലേ കഴിഞ്ഞ നാളിൽ തുടങ്ങി വെച്ച പദ്ധതിയെല്ലാം പാടിയില്ലേ അധികാരത്തിൻ അന്ധതയിൽ കട്ടുമുടിച്ചു നടക്കുന്ന UDF ഭരണക്കാരും അനീതി കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ച 2020 എല്ലാം നമ്മുടെ നാടിന് നാണക്കേട്. പ്രതിഷേധ സമരം സിന്ദാബാദ്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, വെങ്ങോലയിലെ തെരുവ് വിളക്ക്, പ്രവർത്തനമില്ലാതായിട്ട് ആളുകൾ പലതും പിന്നിട്ടു. പാവം ജനത വലയുമ്പോൾ കണ്ണും പൂട്ടിയിരിക്കുന്നു. പഞ്ചായത്തിലെ ഭരണക്കാർ CPI ഏരിയ കമ്മിറ്റി അംഗം PM സലീം ഉദ്ഘാടനം ചെയ്തു. വെങ്ങോല പഞ്ചായത്തിനകത്ത് വർഷങ്ങളായി ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ പഴയ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിലാണ്. അവിടെയാണ് വളരെ അലക്ഷ്യമായി നൂറുകണക്കിന് കെട്ട് ചാക്കുകളാണ് ദിവസങ്ങളോളം. അതിൻ്റെ നേരെ എതിർവശത്താണെങ്കിൽ CPMൻ്റെ വെങ്ങോല ലോക്കൽ കമ്മിറ്റി ഓഫീസാണ്. നമുക്ക് മര്യാദയ്ക്ക് 1 മണിക്കൂർ യോഗം പോലും ചേരാൻ കഴിയാത്ത വണ്ണം ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലാണ് ഈ വെങ്ങോല പഞ്ചായത്തിലെ ഭരണസമിതിയുടെ പിടിപ്പുകേടിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും ഭാഗമായി ആ MCF നമ്മുടെ 24 വാർഡുകളിൽ നിന്നായി ശേഖരിച്ചു കൊണ്ടുവരുന്ന ഹരിതകർമ്മസേന ശേഖരിച്ചു കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അത് ഫലപ്രദമായി ശേഖരിച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു താവളമാണ് MCF. ഈ സമയം വരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 6 മാസമായി. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ 2ാമത്തെ മാസം തന്നെ സമരത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു ജനാധിപത്യപരമായി ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ മധുവിധുവിൻ്റെ കാലം കഴിഞ്ഞു, 6 മാസം പിന്നിട്ടു. ഇനിയും ഇത്തരത്തിൽ വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ, വോട്ടർമാരെ വെല്ലുവിളിക്കാനാണ് ഈ വെങ്ങോലയിലെ 2020 എല്ലാം പിന്തുണയോടുകൂടി ഇവിടെ ഭരണം കൈയാളുന്ന UDFൻ്റെ പഞ്ചായത്ത് ഭരണസമിതി മുതിരുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, അതിശക്തമായ സമരം, നൂറുകണക്കിന്, ഇന്നിപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വമുള്ള സമരമാണ്. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖാക്കൾ മാത്രമാണ് വന്നിട്ടുള്ളത്. ഇനി അത്തരത്തിലായിരിക്കില്ല. ഇവിടെ സൂചിപ്പിച്ചു, ഈ വിഷയത്തിനകത്ത് അടിയന്തരമായ പരിഹാരം ഉണ്ടാകണം. ഞങ്ങൾക്ക് ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ സംഭവമല്ല. പ്രതിഷേധ സമരത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ കാലത്തെ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല,
പഞ്ചായത്തിൽ പുതിയതായ ഒരു MCF വേണം എന്നുള്ള നമ്മളുടെ ദീർഘകാലത്തെ ആവശ്യം, അത് മുഖവിലക്കെടുക്കാതെ വീണ്ടും ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ തൊട്ട് വടക്ക് വശത്ത് പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ വലിയ മാലിന്യ കൂമ്പാരമാക്കി മാലിന്യ മലയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് ഈ ധർണാ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട്, ഈ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു വാഹനം വന്നിട്ടുണ്ട്. ഞാൻ സുദീർഘമായിട്ട് ഇവിടെ സംസാരിക്കുന്നില്ല, ഇവിടെ നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്. ഇത് നമ്മുടെ മിനിമം ആവശ്യങ്ങൾ എഴുതി തയ്യാറാക്കിയ നിവേദനം നമ്മൾ സെക്രട്ടറിക്ക് സമർപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഇവിടെ മോഷണം വരികയാണ്. ഇവിടെ തെരുവ് വിളക്കുകളില്ല, ഇവിടുത്തെ ക്യാമറകളെല്ലാം പ്രവർത്തനരഹിതമാണ്. കഴിഞ്ഞ വർഷം ലക്ഷങ്ങൾ മുടക്കി ക്യാമറ സ്ഥാപിച്ചതാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ നാളുകളിലെല്ലാം എടുത്ത പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വലിയ വീഴ്ചയാണ്. കഴിഞ്ഞ ഭരണസമിതിയിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ ഇവർ സമ്മതിക്കുന്നുണ്ടായില്ല. കാരണം അന്നത്തെ അതിന് തടസ്സമായി നിന്നവരാണ് ഇന്നിവിടെ ഭരിക്കുന്നത്. ആ ഭരിക്കുന്നവർക്ക് ഇന്നിനി ആരോട് ചോദിക്കാനാണ്? അന്ന് ഇവരോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ അന്നത്തെ ഇവിടുത്തെ നേതൃത്വം കൊടുത്തവരെ ഇവർ അനുവദിക്കുന്നുണ്ടായില്ല. പക്ഷേ ഇന്നിവർക്ക് ആരോട് ചോദിക്കാനില്ല. എന്നിട്ട് പോലും ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, നന്നായി നടത്താൻ അവർക്ക് കഴിയാതിരിക്കുന്നു. CV ഐസക്, LC എൽദോസ്, അഡ്വക്കേറ്റ് CA അനസ് എന്നിവരും സംബന്ധിച്ചു. LDF നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, വെങ്ങോല.